തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊടുങ്ങല്ലൂരിലെ എസ്.എൻ. പുരത്ത് ഒരു വീട്ടിൽ നിന്നും 2 സ്ഥാനാർത്ഥികൾ. അച്ഛനും മകനും സ്ഥാനാർത്ഥികളായി രംഗത്തിറങ്ങിയതോടെ തിരഞ്ഞെടുപ്പ് ഇവർക്ക് കുടുംബകാര്യമാണ്. UDF സ്ഥാനാർത്ഥികളായാണ് അച്ഛന്റെയും മകന്റെയും മത്സരം. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ 20-ാം വാർഡിലാണ് UDF സ്ഥാനാർത്ഥിയായി പിതാവ് KR അശോകൻ മത്സരിക്കുന്നത്. മകൻ KA മാനവേന്ദ്രൻ 22-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയാണ്. കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റായ KR അശോകൻ 2000 മുതൽ 2015 വരെ 3 വട്ടം പഞ്ചായത്ത് അംഗമായിരുന്നു. ഭിന്നബിലിറ്റി ഉള്ള ഒരാള് വരണം എന്ന് വാശി പിടിച്ചു. അപ്പൊ എനിക്ക് തോന്നി ഇത് അപരമത വിദ്വേഷം ഈ നാട്ടിൽ പരത്തുന്ന ആളുകളെ ഒഴിവാക്കണം എന്ന് എൻ്റെ ഒരു അദമ്യമായ മോഹമാണ്. ഈ ജനാധിപത്യം ഇവിടെ ഉണ്ടാവണം, മതേതരത്വം പുലരണം. എൻ്റെ മകനൊരു കോൺഗ്രസ്സുകാരനായി ഈ നാട്ടിൽ എല്ലാവരും ഒന്നിച്ച് ജീവിക്കണം, ഒന്നിച്ച് മരിക്കണം എന്ന് പറയുന്ന ആ ഒരു പ്രത്യയശാസ്ത്രത്തോട് ചേർന്ന് നിൽക്കുന്നത് എനിക്ക് അതിയായ അഭിമാനമാണ്. അതിൽ അവൻ സ്ഥാനാർത്ഥിയായാലും എനിക്ക് അഭിമാനമുണ്ട്. എനിക്ക് ഈ വാർഡിനെ കുറിച്ച് ഒരു സങ്കടവുമില്ല. ഇത് എൻ്റെ കയ്യിൽ തന്നെയാണ്. അശോകന്റെ മകൻ മാനവേന്ദ്രൻ 22-കാരനായ നിയമ വിദ്യാർത്ഥിയാണ്. മലയാളം, സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദത്തിനും പഠിച്ചു വരികയാണ് 22 വയസ്സുകാരനായ ഈ സ്ഥാനാർത്ഥി. രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ ജാഗ്രത വേണ്ടുന്ന ഒരു കാലമാണിത്. പാരമ്പര്യം, പൈതൃകം അത് ഉണ്ട്. കണിശമായിട്ടും അതൊരു വലിയ പ്രചോദനം ആണ്. അതാണ് മാത്രമല്ല, വിന്നബിലിറ്റി അതിലൊരു ഘടകമാണ്. ചെറുപ്പക്കാരൻ എന്ന രീതിയിലുപരി ജനങ്ങളുടെ പ്രശ്നങ്ങളിലൊക്കെ കൃത്യമായിട്ട് ഇടപെടാനും അത് പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളൊക്കെ അവരുടെ ഭാഗത്തു നിന്നുണ്ട്. നമ്മളത് കണിശമായിട്ട് ഫീഡ്ബാക്ക് ഒക്കെ എടുത്ത് ചെയ്യും. ഞങ്ങളിവിടെ 323 വോട്ടിനാണ് എൻ്റെ പിതാവ് മത്സരിക്കുമ്പോൾ ജയിച്ചത്. അത്ര വലിയ ഭൂരിപക്ഷം. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഗ്രൗണ്ട് ഉണ്ട്, ഞങ്ങൾ കോൺഫിഡൻ്റ് ആണ്. നിശ്ചയമായിട്ട് ഞങ്ങൾ ചെയ്യും. അച്ഛന്റെ പാത പിന്തുടർന്ന മകന് വഴികാട്ടിയായി അച്ഛനും തിരഞ്ഞെടുപ്പ് ഗോതയിൽ അംഗത്തിനിറങ്ങുമ്പോൾ ഇരുവർക്കും ശുഭപ്രതീക്ഷയാണുള്ളത്.